നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെഹിക്കിളിലെ ഫ്യൂവൽ സിസ്റ്റത്തിലുള്ള ഫ്യൂവൽ ഫിൽറ്റർ. എന്താണ് ഫ്യൂവൽ ഫിൽറ്റർ, എന്തൊക്കെയാണ് ഫ്യൂവൽ ഫിൽറ്ററിലെ കമ്പോണൻസ്, ഏതൊക്കെ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്റേഴ്സ് ആണ് നിലവിൽ വെഹിക്കിൾസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ എന്തിനാണ് ഒരു ഫ്യൂവൽ ഫിൽറ്റർ? എഫക്റ്റീവ് ഫിൽറ്ററിംഗ് ഓഫ് ഫ്യൂവൽ. ഒരിക്കലും വെഹിക്കിളിലേക്ക് വരുന്ന ഫ്യൂവൽ കറക്റ്റ് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കില്ല വെഹിക്കിളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ട്രബിൾ ഫ്രീ വർക്കിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസി ആയിട്ട് വർക്കിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ ഫിൽറ്ററിംഗ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഡീസൽ ഫ്യൂവൽ അതിന്റെ ട്രാൻസ്പോർട്ടിങ് അതുപോലെ ഹാൻഡിലിങ്ങിന്റെ ഒക്കെ സമയത്തൊക്കെ അതിലേക്ക് വാട്ടർ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഡേർട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്, ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലാണ്, വാക്സ് ക്രിസ്റ്റൽസ്, ഇത്രയും കണ്ടാമിനേറ്റ്സ് ഡീസൽ ഫ്യൂവലിലേക്ക് മിക്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ എക്യുപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ശത്രുവാണ്. കാരണം ഫ്യൂവൽ ഇഞ്ചക്ഷൻ എക്യുപ്മെന്റിനെ ഈ ഒരു ഡേർട്ട് പെട്ടെന്ന് തന്നെ കേടുവരുത്തുകയും ഇംപ്രോപ്പർ ആയിട്ട് ഇഞ്ചക്ഷൻ സംഭവിക്കുകയും ഇംപ്രോപ്പർ ആയിട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുകയും നമ്മൾക്ക് കൊടുക്കുന്ന ഫ്യൂവലിന് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്യൂവൽ ഇഞ്ചക്ഷൻ എക്യുപ്മെന്റ്സിൽ കടന്നു വരാൻ സാധ്യത തീരെ പാടില്ലാത്ത കാര്യമാണ്. ദെൻ ഡേർട്ട് കണ്ടാമിനേഷൻ ഒരു ഫ്യൂവൽ ടാങ്കിലേക്ക് വരാനുള്ള ഒരു കാരണം, ഫ്യൂവൽ ടാങ്കിൽ ഫില്ല് ചെയ്യുന്ന സമയം മുതൽ ഇതിലേക്ക് ഡേർട്ട് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഡീസൽ ടാങ്കിൽ ഫുൾ ഡീസൽ ഉള്ള സമയത്തും ഹാഫ് ഡീസൽ ഉള്ള സമയത്തും രണ്ട് അവസ്ഥയാണുള്ളത്. എപ്പോഴും ഒരു വണ്ടിയിൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. ഹാഫ് ടാങ്ക് ഉണ്ടാവുമ്പോഴാണ് അവിടെ വാട്ടർ കണ്ടാമിനേഷൻസ് കൂടാൻ കാരണം. ഹാഫ് ടാങ്ക് ഉള്ള സമയത്ത് ഇതിന്റെ ബാക്കി ഹാഫ് ഭാഗം കാലിയാണ്. ഈ കാലിയായ ഭാഗത്ത് എയർ കണ്ടാമിനൻസ് ഉണ്ടാവും, എയർ മോയ്സ്ചർ ഉണ്ടാവും. എയർ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എയറിലുള്ള വാട്ടർ കണ്ടൻസ്. ഈ വാട്ടർ കണ്ടൻസ് ചെയ്ത് നേരെ വാട്ടറായി, ഇപ്പോൾ എയറിൽ മോയ്സ്ചർ ആയിട്ടിരിക്കുമ്പോൾ അത് വേപ്പർ സ്റ്റേറ്റിലായിരിക്കും. ഇത് കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ വാട്ടറായി ഫ്യൂവലിലേക്ക് മിക്സ് ആകും. ഇങ്ങനെയാണ് ഡീസൽ ഫ്യൂവലിൽ വാട്ടർ കണ്ടാമിനേഷൻ വരാനുള്ള ഒരു സാധ്യത. ദെൻ ഏതൊക്കെ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്റർ സിസ്റ്റംസ് ആണ് സാധാരണ ഒരു ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. There are two types of fuel filtering systems. രണ്ട് ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്ററിംഗ് സിസ്റ്റംസ് ആണുള്ളത്. അതിലൊന്ന് സിംഗിൾ ഫിൽറ്റർ സിസ്റ്റം, രണ്ടാമത്തത് ടു സ്റ്റേജ് ഫിൽറ്റർ സിസ്റ്റം. ഒന്ന് സിംഗിൾ ഫിൽറ്റർ സിസ്റ്റം, രണ്ടാമത്തത് ടു സ്റ്റേജ് ഫിൽറ്റർ സിസ്റ്റം. ഒന്ന് സിംഗിൾ ഫിൽറ്റർ സിസ്റ്റം. In a single filtering system, one single filter assembly is used in between feed pump and fuel pump. ഇപ്പോൾ ഫീഡ് പമ്പിനും ഫ്യൂവൽ പമ്പിനും ഇടയിലായിട്ടാണ് സിംഗിൾ ഫിൽറ്ററിംഗ് സിസ്റ്റത്തിലെ ഒരു ഫിൽറ്ററിംഗ് അസംബ്ലി ഫിറ്റ് ചെയ്യാം. ഡേർട്ട് പോലുള്ള വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് പീരിയോഡിക്കലി ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ദി മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡിൽ ഇത് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്തിരിക്കണം. ഇതാണ് സിംഗിൾ ഫ്യൂവൽ ഫിൽറ്ററിംഗിന്റെ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. ഇത് ഫ്യൂവൽ ഫിൽറ്റർ ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ മാനുഫാക്ചർ പറഞ്ഞിട്ടുള്ള ആ ഒരു പീരിയോഡിക്കലി ഇത് ഇടയ്ക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ടു സ്റ്റേജ് ഫ്യൂവൽ ഫിൽറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഫിഗറാണ്. ഇതിൽ 1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് പ്രൈമറി ഫ്യൂവൽ ഫിൽറ്റർ, 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് സെക്കൻഡറി ഫ്യൂവൽ ഫിൽറ്റർ, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഓവർഫ്ലോ വാൾവ്. ഫ്യൂവൽ ഓവർഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാൾവിലൂടെ ആയിരിക്കും പോവുക. ദെൻ 4 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ബ്ലീഡിംഗ് സ്ക്രൂ. ഇതെന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കാം. ഓരോ പാർട്ടുകൾ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ പ്രൈമറി ഫിൽറ്റർ, സെക്കൻഡ് വൺ സെക്കൻഡറി ഫിൽറ്റർ, തേർഡ് വൺ ഓവർഫ്ലോ വാൾവ്, ഫോർത്ത് വൺ bleed screw.
two-stage filter system. In a two-stage filter system, primary filter is used for filtering large solid contaminants and most of the water in the fuel is also removed by the filter. നമ്മൾ ആ ഒരു ടു സ്റ്റേജ് ഫിൽറ്ററിംഗ് സിസ്റ്റത്തിൽ രണ്ട് ഫിൽറ്റർ കണ്ടു. അതിൽ ഒന്നാമത്തെ ഫിൽറ്റർ പ്രൈമറി ഫിൽറ്റർ. ഈ പ്രൈമറി ഫിൽറ്ററിൽ വെച്ച് ഫ്യൂവലിലുള്ള കംപ്ലീറ്റ് വാട്ടർ കണ്ടാമിനൻസും സോളിഡ് കണ്ടാമിനൻസും വലിച്ചെടുക്കും. അതാണ് പ്രൈമറി ഫിൽറ്ററിന്റെ പ്രവർത്തനം. പ്രൈമറി ഫിൽറ്റർ ചെയ്യുന്നത് ആ ഡീസൽ ഫ്യൂവലിലുള്ള കംപ്ലീറ്റ് വാട്ടർ കണ്ടാമിനൻസ്, അതുപോലെ ലാർജ് സോളിഡ് കണ്ടാമിനൻസ്, വലിയ കട്ടിയുള്ള കണ്ടാമിനൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഫിൽറ്റർ ചെയ്ത് സെക്കൻഡറി ഫിൽറ്ററിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഫിൽറ്റർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി ഫിൽറ്റർ ഈസ് മെയ്ഡ് ഓഫ് എ പേപ്പർ എലമെന്റ്. സെക്കൻഡറി ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പേപ്പർ എലമെന്റ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ the filter controls the size of the particles allowed to pass into the fuel injector. ആ ഫിൽറ്റർ കൺട്രോൾ ചെയ്യുന്നത് അത് അതിന്റെ പാർട്ടിക്കിൾസിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഫിൽറ്റർ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി ഫിൽറ്റർ കൺട്രോൾ ചെയ്യുന്നത് ആ പാർട്ടിക്കിൾസിനെ എല്ലാം സൈസ് അനുസരിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ദെൻ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് കൊണ്ടുപോവുക, അതിനെ കടത്തി വിടുക എന്നുള്ളതാണ് സെക്കൻഡറി ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള സോളിഡ് കണ്ടാമിനൻസ്, കട്ടിയുള്ള കണ്ടാമിനൻസും അതുപോലെ വാട്ടർ കണ്ടാമിനൻസും എല്ലാം റിമൂവ് ചെയ്യുക. ദെൻ സെക്കൻഡറി ഫിൽറ്ററിൽ എത്തുമ്പോൾ അവിടെ ഒരു പേപ്പർ എലമെന്റ് ആണുള്ളത്. ഈ പേപ്പർ എലമെന്റ് അവിടെയുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. Then it also separate any water that might have passed through the primary filter. ഇനി പ്രൈമറി ഫിൽറ്ററിൽ നിന്നും വന്നതിന് ശേഷവും എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് വീണ്ടും ഡീസൽ ഫ്യൂവലിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൈമറി ഫിൽറ്ററിലെ ഫിൽറ്ററിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, സെക്കൻഡറി ഫിൽറ്ററിംഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഫിൽറ്ററിംഗിൽ ഒന്നും കൂടി വാട്ടർ കണ്ടാമിനൻസ് എല്ലാം ഫിൽറ്റർ ചെയ്തതിന് ശേഷം പ്യുവർ ആയിട്ടുള്ള ഫ്യൂവലിനെ ആയിരിക്കും പുറത്തേക്ക് കടത്തിവിടാം. ദെൻ അതിൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഓവർഫ്ലോ വാൾവ് അസംബ്ലി ആയിരുന്നു. ഈസ് യൂസ്ഡ് ടു സെൻഡ് ബാക്ക് എക്സസ് ഫ്യൂവൽ ടു ഫ്യൂവൽ ടാങ്ക്. അപ്പൊ എക്സസ് ആയിട്ട് ഫ്യൂവൽ എന്തെങ്കിലും ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂവൽ ടാങ്കിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള വാൾവാണ് 3 എന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫിഗറിൽ. ദെൻ എ ബ്ലീഡിംഗ് സ്ക്രൂ ഈസ് പ്രൊവൈഡ് ടു ബ്ലീഡ് ദ എയർ ഫ്രം ദ ഫ്യൂവൽ സിസ്റ്റം. ഫ്യൂവൽ സിസ്റ്റത്തിലെ എയറിനെ ബ്ലീഡ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലീഡ് സ്ക്രൂ ഉള്ളത്. ഇത്രയും കാര്യം മനസ്സിലാക്കാൻ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഫ്യൂവൽ ഫിൽറ്ററിംഗ് എലമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേപ്പർ എലമെന്റ് ആണ് സെക്കൻഡറി ഫ്യൂവൽ ഫിൽറ്ററിംഗിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പേപ്പർ എലമെന്റ് എന്താണുള്ളത് ഇവിടെ പറയുന്നു. എ പേപ്പർ എലമെന്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ബിക്കോസ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിറ്റർമൈൻ filter quality such as pore size and pore distribution can be effectively maintained. Generally, paper filter elements are used at the secondary stage filtration process. സെക്കൻഡറി സ്റ്റേജ് ഫിൽട്രേഷൻ പ്രോസസ്സിലാണ് പേപ്പർ എലമെന്റ് ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ എലമെന്റിന്റെ ഫിൽറ്റർ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് പോർ സൈസും പോർ ഡിസ്ട്രിബ്യൂഷനുമാണെന്നാണ്. അപ്പോൾ പോർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ എലമെന്റിലുള്ള ഹോൾസിന്റെ ഡിസ്ട്രിബ്യൂഷനും ആ ഹോൾസിന്റെ സൈസും അനുസരിച്ചാണ് അതിന്റെ ഫിൽട്രേഷൻ നടക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു അരിപ്പ എടുക്കുകയാണെങ്കിൽ ഈ അരിപ്പയുടെ ഹോളിന്റെ വലുപ്പവും അതുപോലെ ഹോളിന്റെ ഡിസ്ട്രിബ്യൂഷനും അനുസരിച്ചിട്ട് അതിലൂടെ കടത്തിവിടുന്ന എലമെന്റ്സ് നമുക്ക് പുറത്തേക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ഒരു ഫിൽറ്ററിംഗ് എലമെന്റ്, ഒരു പേപ്പർ എലമെന്റിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ക്വാളിറ്റി നമ്മൾ അളക്കുന്നത് അതിന്റെ പോർ സൈസും പോർ ഡിസ്ട്രിബ്യൂഷനും അനുസരിച്ചാണ്. അപ്പൊ ഇതാണ് നമ്മൾ സെക്കൻഡറി സ്റ്റേജ് ഫിൽട്രേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. Then coil type paper filter. Coil type paper filter inserts are wound around a tube. Neighboring layers are glued together at the top and bottom. പേപ്പർ ഫിൽറ്റർ തന്നെ ഇതിന്റെ മറ്റൊരു ടൈപ്പ് ആണ് കോയിൽ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ. ഇതിന്റെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൗണ്ട് അറൌണ്ട് എ ട്യൂബ്, ഒരു ട്യൂബിന് ചുറ്റിയ രീതിയിൽ, അതുപോലെ അതിന്റെ രണ്ട് സൈഡും ഗ്ലൂഡ് ആയിരിക്കും, ടോപ്പ് ആൻഡ് ബോട്ടവും ഗ്ലൂഡ് ആയിരിക്കും, ഒട്ടിച്ചു വെച്ച രീതിയിലായിട്ട് ഒരു പോക്കറ്റ് ആയിട്ടാണ് ഈ ഒരു കോയിൽ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ദിസ് ഫോംസ് എ പോക്കറ്റ് വിത്ത് ദ ഓപ്പണിംഗ് അറ്റ് ദ ടോപ്പ്. ഇതിന്റെ ടോപ്പ് ഭാഗത്ത് ഓപ്പണിംഗ് ആയിരിക്കും. ദെൻ ഒരു പോക്കറ്റ് പോലെ ഇതിലേക്ക് ഫ്യൂവൽ വന്നിട്ട് അതിനെ ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് പോകും. ദെൻ ഇൻ ദി സ്റ്റാർ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ ഇൻസെർട്സ്,
അത് പേപ്പർ ടൈപ്പിന്റെ മറ്റൊരു ടൈപ്പാണ് സ്റ്റാർ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ. ദ ഫ്യൂവൽ ഫ്ലോസ് റേഡിയലി ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഫ്യൂവൽ റേഡിയലി ഔട്ട്സൈഡിൽ നിന്നും ഇൻസൈഡിലേക്ക് ഫ്ലോ ചെയ്യും. ദ പേപ്പർ ഫോൾസ് ആർ സീൽഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ബൈ എൻഡ് കവേഴ്സ്. ഇതിന്റെ ടോപ്പിലും ബോട്ടത്തിലും എൻഡ് കവർ ഉപയോഗിച്ചിട്ട് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും, മടക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു ഫിൽറ്റർ ആണ് ഈ സ്റ്റാർ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ എന്ന് പറയുന്നത്. Then cloth type filter. Insides are used for primary stage filtration. Primary stage filtrationലാണ് cloth type filter ഉപയോഗിക്കുന്നത്. പേപ്പർ ടൈപ്പ് സെക്കൻഡറിയിലാണ് ഉപയോഗിക്കുന്നത്. ക്ലോത്ത് ടൈപ്പ് ഉപയോഗിക്കുന്നത് പ്രൈമറി സ്റ്റേജ് ഫിൽട്രേഷനിലാണ്. In this the fuel flows radially from outside to inside. നമ്മുടെ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ടൈപ്പ് പേപ്പർ ഫിൽട്രേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഔട്ട്സൈഡിൽ നിന്നും ഇൻസൈഡിലേക്ക് റേഡിയലി ആയിട്ടാണ് ഫ്യൂവൽ ഫ്ലോ ചെയ്യുന്നത്. ദ ക്ലോത്ത് ഈസ് വൗണ്ട് ഓവർ എ പെർഫോറേറ്റഡ് ട്യൂബ്. ഒരു പെർഫോറേറ്റഡ് ട്യൂബിലാണ് ഇത് വൗണ്ട് ചെയ്ത് ചുറ്റി വെച്ചിട്ടുള്ളത്. പെർഫോറേറ്റഡ് ട്യൂബ്സ് എന്ന് വെച്ചാൽ ആ ട്യൂബ്സിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിന് ചുറ്റുമാണ് ഈ ക്ലോത്ത് ചുറ്റി വെച്ചിട്ടുള്ളത്. ഹോസ് എൻഡ്സ് ആർ സീൽഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ബൈ എൻഡ് കവേഴ്സ്. അതിന്റെ ടോപ്പും ബോട്ടവും എൻഡ് കവർ ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെയാണ് സാധാരണ ഒരു ഫ്യൂവൽ ഫിൽറ്ററിൽ ഉപയോഗിക്കുന്ന ഫിൽറ്ററിംഗ് എലമെന്റ്സ്. ഇപ്പൊ സെക്കൻഡറി ഫിൽറ്ററിൽ ഉപയോഗിക്കുന്നതാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ്: പേപ്പർ എലമെന്റ്, കോയിൽ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ, സ്റ്റാർ ടൈപ്പ് പേപ്പർ ഫിൽറ്റർ. ദെൻ ക്ലോത്ത് ടൈപ്പ് ഫിൽറ്റർ ഇൻസേർട്സ് ഉപയോഗിക്കുന്നത് പ്രൈമറി ഫ്യൂവൽ ഫിൽറ്ററിലാണ്. ദെൻ ബ്ലീഡിംഗ് എന്താണെന്നുള്ളത് നമ്മൾ 4ാമത്തെ പാർട്ടായിട്ട് പറഞ്ഞിരുന്നു, ബ്ലീഡിംഗ് സ്ക്രൂ എന്നുള്ളത്. ഇപ്പൊ ബ്ലീഡിംഗ് ഓഫ് ദി ഫ്യൂവൽ സിസ്റ്റം, എന്താണ് ഒരു ഫ്യൂവൽ സിസ്റ്റത്തിലെ ബ്ലീഡിംഗ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബ്ലീഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എയർ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഫ്യൂവൽ സിസ്റ്റം ഈസ് റിമൂവ്ഡ്. ഒരു ഫ്യൂവൽ സിസ്റ്റത്തിലുള്ള എയറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. Air locking in the fuel system will result in erratic running of the engine and may result in stopping of the engine. ഒരു ഫ്യൂവൽ സിസ്റ്റത്തിൽ എയർ കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് എയർ ലോക്കിംഗ് എന്ന് പറയുന്നത്. ഫ്യൂവൽ സിസ്റ്റത്തിൽ എയർ കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ റണ്ണിങ്ങിനെ ബാധിക്കുകയും ചിലപ്പോൾ എഞ്ചിൻ സ്റ്റോപ്പ് ആയി പോകാൻ വരെ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ബ്ലീഡിംഗ് ചെയ്ത് എയർ ഫ്യൂവൽ സിസ്റ്റത്തിലുള്ള എയറിനെ കംപ്ലീറ്റ് എസ്കേപ്പ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ പ്രൈമിംഗ് ദ ഫിൽറ്റർ. ബ്ലീഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഫിൽറ്റർ പ്രൈമിംഗ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ഫ്യൂവൽ സിസ്റ്റത്തിൽ മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ നമ്മൾ അഴിച്ച് ഫിൽറ്റർ ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു എന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മൾ ബ്ലീഡിംഗ് ചെയ്തതിന് ശേഷമാണ് അത് റീഫിറ്റ് ചെയ്യാം. ദെൻ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫിൽറ്ററിലേക്ക് ഫുള്ളി ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബ്ലീഡ് ചെയ്യുക. അത് ഫിൽറ്റർ പ്രൈമിംഗ് ചെയ്യാന്നാണ് അതിന് പറയാം. നമ്മളിപ്പോൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ മോട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വീടുകളിൽ പമ്പ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ പമ്പ് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് പമ്പ് ചെയ്യുക. അതേ പ്രോസസ്സിന്റെ പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഫ്യൂവൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഫിൽറ്റർ കംപ്ലീറ്റ് ഫ്യൂവൽ കൊണ്ട് നിറച്ച് അതിനെ ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്യൂവൽ സിസ്റ്റം വർക്ക് ചെയ്താലേ നമുക്ക് എയർ ഫ്രീ ആയിട്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റും. A slight loosening of the bleeding screw allows locking air to escape as bubbles along with the fuel. ബ്ലീഡിംഗ് സ്ക്രൂ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ലൂസൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള എയർ പുറത്തേക്ക് പോകും. ഫ്യൂവൽ സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് എയറും ബബിൾസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. When locked air escapes and the system is free of air. അങ്ങനെ ലോക്ക് ആയിട്ടുള്ള എയർ പുറത്തേക്ക് എസ്കേപ്പ് ആയി കഴിയുമ്പോൾ ഫ്യൂവൽ വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. ദ സ്ക്രൂ ഈസ് ടൈറ്റൻഡ് ഫൈനലി. ആ സമയത്ത് നമ്മൾ സ്ക്രൂ തിരിച്ച് ഫൈനലി അത് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഫ്യൂവൽ സിസ്റ്റത്തിലെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്. നെക്സ്റ്റ്, ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ. A fuel water separator is device that works to ensure clean fuel is delivered to the engine. ഒരു ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഡീസൽ ഫ്യൂവലിനെ ക്ലീൻ ഫ്യൂവൽ ആയിട്ട് എഞ്ചിനിലേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഫ്യൂവൽ ഫിൽറ്ററിന് പുറമെയാണ് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഫ്യൂവൽ ഫിൽറ്ററിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ സാധാ ഉപയോഗിക്കുന്ന
ഫ്യൂവൽ ഫിൽറ്ററിന് പുറമെയാണ് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ടറിനെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ക്ലീൻ ഫ്യൂവലിനെ എഞ്ചിനിലേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. The fuel water separator is a small filtering device used to remove water from the diesel fuel before it reaches to the sensitive parts of the engine. എഞ്ചിന്റെ സെൻസിറ്റീവ് പാർട്ടുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഡീസൽ ഫ്യൂവലിലുള്ള കംപ്ലീറ്റ് വാട്ടർ കണ്ടാമിനേഷനെയും ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ഫ്യൂവൽ ആക്കുക എന്നുള്ളതാണ് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ചെയ്യുന്നത്. Water and contaminants have a direct impact on the service life and performance of a diesel engine. അപ്പോൾ ഈ വാട്ടർ കണ്ടാമിനേറ്റ്സ് ഒരു എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു എഞ്ചിൻ സിലിണ്ടറിലേക്ക് അല്ലെങ്കിൽ എഞ്ചിൻ്റെ മറ്റു പാർട്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് എഞ്ചിൻ്റെ ലൈഫിനെയും അതേപോലെ പെർഫോമൻസിനെയും കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഉപയോഗിക്കണം. Besides being abrasive to engine components and cylinder walls, water and combination displaces diesel fuel's lubricant coating on precision injection components, causing tolerance erosion, surface fitting, fuel loss and poor performance. ഇതുപോലുള്ള വാട്ടർ കണ്ടാമിനൻസ് ഒരു വെഹിക്കിളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു എഞ്ചിനിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അബ്രസീവ് പാർട്ടിക്കിൾസ് ഇപ്പോൾ തുരുമ്പൊക്കെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. ഈ അബ്രസീവ് പാർട്ടിക്കിൾസ് സിലിണ്ടർ വാൾസിൽ അതുപോലെ വാട്ടർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഡീസൽ ഫ്യൂവൽ ലൂബ്രിക്കേറ്റിംഗ് കോട്ടിങ്, ഇപ്പോൾ ഇഞ്ചക്ടറിന്റെ ലൂബ്രിക്കേഷൻ നടത്തുന്നത് ഡീസൽ ഫ്യൂവലിലെ സൾഫർ കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഡീസൽ ഫ്യൂവലിൽ എത്ര സൾഫർ കണ്ടന്റ് ഉണ്ടോ ഈ സൾഫർ കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ ലൂബ്രിക്കേഷൻ നടക്കുന്നത്. അവിടെ സെപ്പറേറ്റ് ഓയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാട്ടർ മിക്സിംഗ് വന്നു കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കൻസിന്റെ പവർ കുറയ്ക്കുകയും അത് കാരണം ആ ഭാഗങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാനും കൊറോഷൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഇഞ്ചക്ടർ കേടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വാട്ടറിനെ പരമാവധി ഡീസൽ ഫ്യൂവലിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രിസിഷൻ ഇഞ്ചക്ഷൻ കമ്പോണൻസ്, ഇപ്പോൾ പ്രിസിഷൻ ഇഞ്ചക്ഷൻ കമ്പോണൻസിന് ഇതേപോലെ ലൂബ്രിക്കേറ്റീവ് കോട്ടിംഗ് ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ വർക്കിംഗ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ ടോളറൻസ് ഇറോഷൻ, സർഫസ് ഫിറ്റിംഗ്, ഫ്യൂവൽ ലോസ് ആൻഡ് പുവർ പെർഫോമൻസ്, ഇത്രയും പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഒരു വെഹിക്കിളിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. Then ഒരു ഡീസൽ ഫ്യൂവൽ സെപ്പറേറ്ററിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ യൂസ് എ പ്ലേറ്റഡ് പേപ്പർ എലമെന്റ് to change water particles into large enough droplets that will fall by gravity to the water sump at the bottom of the filter. അപ്പോൾ ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്ററിൽ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പ്ലേറ്റഡ് പേപ്പർ എലമെന്റ് വെച്ചു കൊടുക്കും. ഈ പ്ലേറ്റഡ് പേപ്പർ എലമെന്റിലൂടെ ഫിൽറ്ററിൽ ഫ്യൂവൽ പാസ് ചെയ്യുമ്പോൾ ഫ്യൂവലിൽ നിന്നുള്ള വാട്ടർ പാർട്ടിക്കിൾസ് ചെറിയ തുള്ളികളായിട്ട് താഴെയുള്ള വാട്ടർ സമ്പിലേക്ക് വന്ന് വീഴും. എന്നിട്ട് പ്യുവർ ഫ്യൂവല് മാത്രം പാസ് ചെയ്യും. അപ്പോൾ ഫ്യൂവലിലുള്ള വാട്ടർ അതിനെ ചെറിയ തുള്ളികളായിട്ട് താഴേക്ക് വാട്ടർ സമ്പിലേക്ക് വന്ന് വീഴും. എന്നിട്ട് പ്യുവർ ഫ്യൂവൽ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ഒരു സിലിക്കൺ ട്രീറ്റഡ് നൈലോൺ മെറ്റീരിയൽ ആണുള്ളത്. ഈ മെറ്റീരിയൽ act as a safety device to prevent the small particles of water that avoid the first stage from passing into the engine. ഫസ്റ്റ് സ്റ്റേജിൽ മിസ്സായി പോയിട്ടുള്ള വാട്ടർ കണ്ടൻസ് സെക്കൻഡ് സ്റ്റേജിൽ പിടിക്കും. സെക്കൻഡ് സ്റ്റേജിൽ പിടിക്കുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ട്രീറ്റഡ് നൈലോൺ ആണ്. ഈ സിലിക്കൺ ട്രീറ്റഡ് നൈലോൺ അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ പിടിക്കാത്ത വാട്ടർ കണ്ടൻസ് സെക്കൻഡ് സ്റ്റേജിൽ പിടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും, വാട്ടർ സമ്പിലേക്ക് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ വാട്ടറിനെ കൊണ്ടുവരും. ദെൻ അതും അത്രയും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് വാട്ടറിനെയും അത് ട്രീറ്റ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്ററിന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രെയിൻ വാൾവ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്.
കാരണം വാട്ടർ സമ്പിൽ ഇത്രയും കാലം ക്ലീൻ ചെയ്തിട്ടുള്ള വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഡീസൽ ഫ്യൂൽ വാട്ടർ സെപ്പറേറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിലുള്ള ഡ്രെയിൻ വാൾവ് തുറന്നിട്ട് ഈ ഡീസൽ ഫ്യൂൽ വാട്ടർ സെപ്പറേറ്ററിലുള്ള വാട്ടറിനെ കംപ്ലീറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കി കൊടുത്തു വേണം. ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഡീസൽ ഫ്യൂൽ വാട്ടർ സെപ്പറേറ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വാട്ടർ ഇൻ ദ ഫ്യൂൽ ക്യാൻ വിയർ എവേ ലൂബ്രിക്കൻസ് ഓൺ ദി ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ ലൂബ്രിക്കൻസിനെ ഒഴിവാക്കാൻ വരെ ഈ വാട്ടർ കണ്ടന്റ് കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഒരു ഡീസൽ ഫ്യൂൽ വാട്ടർ സെപ്പറേറ്റർ എന്നൊരു പാർട്ട് ഫ്യൂവൽ സിസ്റ്റത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഫ്യൂവൽ ഫിൽറ്ററിംഗ് സിസ്റ്റത്തിന് പുറമെയാണ് ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ സാധാരണ വെഹിക്കിൾസിൽ ഉപയോഗിക്കാറുള്ളത്. ദെൻ ഒരു ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഫിൽറ്ററിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ ഫിൽറ്റർ പ്രൊവൈഡ്സ് എ ബെറ്റർ വേ ടു ഫിൽറ്റർ ഫ്യൂവൽ. ഇറ്റ് ഹാവ് ടിസ്റ്റ് ഫ്യൂവൽ ഫിൽറ്റർ വാട്ടർ സെപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്ററിൽ അതിൽ ഒരു ടിസ്റ്റ് ഫ്യൂവൽ ഫിൽറ്റർ വാട്ടർ സെപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് ഫിൽറ്റർ. 2 വാട്ടർ കളക്ഷൻ ബൗൾ. ഈ ബൗളിലേക്കാണ് വാട്ടർ കളക്ഷൻ ചെയ്യുന്നത്, ഫിൽറ്റർ ചെയ്തിട്ടുള്ളത്. ദെൻ വാട്ടർ ഡ്രെയിൻ വാൾവ് വിത്ത് WIF സെൻസർ ഓർ ത്രെഡഡ് പോർട്ട്. 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഫിൽറ്റർ, മറ്റൊന്ന് വാട്ടർ കളക്ഷൻ ബോൾ, മൂന്നാമതൊന്ന് വാട്ടർ ഡ്രെയിൻ വാൾവ്. ഈ ഒരു ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്ററിന്റെ ബെനിഫിറ്റ്സ്: പ്രൊട്ടക്ട് ദ എഞ്ചിൻ കമ്പോണൻസ്. എഞ്ചിൻ കമ്പോണൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ എക്സ്റ്റെൻഡ് ദ എക്യുപ്മെന്റ്സ് ലൈഫ്. എക്യുപ്മെന്റ്സിന്റെ ലൈഫ് കൂട്ടുക. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ്: ഇറ്റ് ഈസ് ഈസി ടു സ്വിച്ച് ഓവർ വാട്ടർ ഫ്രം ഫ്യൂവൽ. അപ്പൊ ഫ്യൂവലിൽ നിന്നും വെള്ളത്തെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ ഈ ഒരു ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്ററിനെ കൊണ്ട് സാധിക്കും. വാട്ടർ സെപ്പറേറ്റിംഗ് ഫ്യൂവൽ ഫിൽറ്റർ വിത്ത് സ്റ്റാൻഡേർഡ് ടിസ്റ്റ് ആൻഡ് ഡ്രെയിൻ. ആ ഒരു ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ ടിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ദെൻ വാട്ടർ കളക്ഷൻ ബൗൾ ഈസ് ഈസി വിഷ്വൽ ഇൻസ്പെക്ഷൻ. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും വാട്ടർ കളക്ഷൻ ബൗളിൽ എത്രത്തോളം വാട്ടർ ഫില്ല് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യണമെങ്കിൽ ഡ്രെയിൻ ചെയ്യാം ഈസി ആയിട്ട്. Alternate twist and drain valve with water and fuel sensor or threaded port. അതിലപ്പോൾ ഈ WIF സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഫ്യൂവലിൽ എത്ര വാട്ടർ മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സെൻസർ സെൻസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള വർക്കിംഗ് വാട്ടർ ഫ്യൂവൽ സെപ്പറേറ്റർ ഡീസൽ ഫ്യൂവൽ വാട്ടർ സെപ്പറേറ്റർ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസറും കൂടിയാണ് WIF സെൻസർ. ഇത്രയുമാണ് ഒരു ഡീസൽ എഞ്ചിനിലെ ഫിൽറ്ററിംഗ് സിസ്റ്റം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.